നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ മത്സരിക്കുന്ന 29 UDF സ്ഥാനാർത്ഥികളുടെ സംഗമം ശങ്കരമംഗലത്ത് വെച്ചാണ് നടത്തിയത്. VK ശ്രീകണ്ഠൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ഗവൺമെന്റുകളുടെ ഭരണം നടക്കണം. ജനങ്ങൾക്ക് ഈ ഭരണത്തിൽ പങ്കാളിത്തം വേണം. ഭരണത്തിൽ മാത്രമുള്ള വികസന കാര്യങ്ങളിൽ ജനങ്ങൾ അറിയണം. അവരിതിന് മേൽനോട്ടം വഹിക്കണം. അവരാണ് അത് നടത്തേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ സാധ്യമായത്. പക്ഷേ കിട്ടിയ അധികാരം പലയിടത്തും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ സങ്കുചിതത്വം വെച്ചു പുലർത്തി അഴിമതി നടത്താനുള്ള കേന്ദ്രങ്ങളാക്കി ഇടതുപക്ഷം അത് പിന്നീട് മാറ്റി. പല പഞ്ചായത്തുകളിലും പല നഗരസഭകളിലും സംഭവിച്ചത് അതാണ്. പക്ഷെ UDF കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചിടത്തൊക്കെ വളരെ സുതാര്യമായി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് വികസന പ്രവർത്തനങ്ങളെ കണ്ടതും അത് നടത്തിയതും. നേരെ മറിച്ച് പല പഞ്ചായത്തുകളിൽ തൊട്ടടുത്ത് മുതിർന്ന പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവിടെ പ്രതിപക്ഷാംഗങ്ങളുടെ അഭിപ്രായത്തിന് പോലും വിലയില്ല. അവരുടെ വാർഡുകളിലേക്ക് ഫണ്ട് കൊടുക്കില്ല. അവരുടെ വാർഡുകളിൽ വികസന പ്രവർത്തനം നടത്തില്ല. അത് ഒരു രാഷ്ട്രീയ മർക്കടമുഷ്ടിയായി ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന് കരുതി ഏകപക്ഷീയമായി ഒരു തരത്തിലുള്ള ഏകാധിപത്യപരമായ നടപടിയാണ് അവരുടെ ഭാഗത്തുണ്ടായത്. അതാണ് UDFും LDFും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത്. അതുപോലെയാണ് പുതിയ ചെറുപ്പക്കാർ. അവരോർക്കണം, രാജീവ് ഗാന്ധിയുടെ ഭരണ കാലഘട്ടത്തിലാണ് 21 വയസ്സുള്ളത് 18 വയസ്സായിട്ട് ചുരുക്കിയത്. ഇപ്പോ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസ് സർക്കാർ എടുത്ത UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു പരിപാടി ഒരുക്കിയത്. സംഗമത്തിൽ PT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ CA സാജിദ്, ET ഉമ്മർ കിഴായൂർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂരിൽ LDF കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. മന്ത്രി MB രാജേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഓങ്ങല്ലൂരിൽ LDF സംഘടിപ്പിച്ച കുടുംബയോഗങ്ങളിലാണ് മന്ത്രി MB രാജേഷ് പങ്കെടുത്തത്. LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമായിരുന്നു കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത്. കാരക്കാട്, പാറപ്പുറത്തും വാടാനംകുശിയിലുമാണ് കുടുംബസംഗമങ്ങൾ നടന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലും LDFന് നല്ലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റണം. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിലെ LDF ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എണ്ണി പറഞ്ഞിട്ടാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. അത് LDF പ്രവർത്തകർക്കൊക്കെ വളരെ ധൈര്യമായിട്ടെന്ന് പറയാം. സാധാരണ ഇപ്പൊ നമ്മള് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണി എങ്ങനെയാണ് ഇലക്ഷൻ വോട്ട് വയ്ക്കുക? കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ജയിച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിലേതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പ്രകടന പത്രികയായിട്ട് ആളുകളിലൊക്കെ കുറെ കാര്യങ്ങൾ പറയണം. ഞങ്ങൾ ജയിച്ചാൽ ഇതൊക്കെ ചെയ്യും. സാധാരണ ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നില്ല, ഇവരിത് ചെയ്തോ ചെയ്തില്ലേ എന്നൊന്നും നാട്ടുകാർ ജോലിയോട്ട് എടുക്കാറില്ല. പക്ഷെ നമ്മളെങ്ങനെയാണ് ഇപ്പൊ ആളുകളെ സമീപിക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും വോട്ടിട്ട് ജയിപ്പിച്ചാൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത്ര ധൈര്യമായിട്ട് പറയാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണിക്ക്. പാറപ്പുറത്ത് നടന്ന സംഗമത്തിൽ LDF പഞ്ചായത്ത് കമ്മിറ്റി അംഗം B റിഫായി അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, PV രതീഷ് തുടങ്ങിയവർ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് സെന്ററിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി റോഡിൽ വട്ടേനാട് സ്കൂളിന് സമീപത്തായി കഴിഞ്ഞ ദിവസം 6 മണിയോടെയായിരുന്നു അപകടം. കൂറ്റനാട് നിന്നും പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്രവാഹനവും എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കൂറ്റനാട്ടെ ഹോട്ടൽ ഉടമയ്ക്കും തൃത്താല സ്വദേശിക്കും പരിക്കേറ്റു. ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്താല ഒതളൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. അപകട സമയത്ത് ശുചിമുറിയിൽ കുളിക്കുകയായിരുന്ന യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലാണ് ഒതളൂരിലെ മച്ചിങ്ങൽ കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂരയും കുളിമുറിയും തകർന്നു. സംഭവ സമയത്ത് കുളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻകുട്ടിയുടെ മകൻ ഷിബിൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. നിസാര പരിക്കേറ്റ ഷിബിനെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ക്ഷേത്രത്തിൽ പുതിയ വെളിച്ചപ്പാടായി കോതച്ചിറ കാരയൂർ നാരായണൻകുട്ടി സ്ഥാനമേറ്റു.
50 വയസ്സാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് ചടങ്ങുകൾ നടന്നത്. ദീർഘകാലം ക്ഷേത്രത്തിന്റെ കോമരമായിരുന്ന ആലിക്കര കണ്ണാലത്ത് ശിവശങ്കരൻ വെളിച്ചപ്പാട് നാരായണൻകുട്ടിയുടെ അമ്മാവനാണ്. 47 വർഷങ്ങൾക്ക് ശേഷം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ കലശം ചൊരിയൽ ചടങ്ങ് നടക്കുന്നതോടെ നാരായണൻകുട്ടി വെളിച്ചപ്പാടായി സ്ഥാനമേറ്റു. ഇവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. മലബാറിൽ പാന എന്ന ചടങ്ങ് നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രം. അയ്യപ്പൻ വിളക്കുകളിൽ വാവരായിട്ടുള്ള പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. പരേതനായ കോതച്ചിറ കാരയൂർ കേശവൻ നായരാണ് അച്ഛൻ. അമ്മ കണ്ണാലത്ത് കാർത്തിയേനിയമ്മയാണ്. ജിഷ ഭാര്യയും അനഘ, അർച്ചന എന്നിവർ മക്കളുമാണ്. 96 ദേശത്തിൻ്റെ തത്തകർമ്മയായ മുലയംപറമ്പത്തമ്മയുടെ ഒരു ദാസനാവുക എന്നുള്ളതൊരു മുൻജന്മ സുഹൃത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഇതിൻ്റെ മുന്നത്തെ വെളിച്ചപ്പാട് എൻ്റെ അമ്മാവനായിരുന്നു. ഇവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മരുമക്കളിൽ ആരെങ്കിലും ആക്കണം എന്നുള്ളത്. മൂപ്പരുടെ രണ്ടാമത്തെ പെങ്ങളുടെ മകനാണ് ഞാൻ. മൂപ്പരുടെ ആഗ്രഹപ്രകാരം പിന്നെ ഭഗവതിയുടെ ഒരു അനുഗ്രഹവും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് 2 വാക്ക് പറയും. എല്ലാവർക്കും കിട്ടുന്ന ഒരു മഹാഭാഗ്യമല്ല. 41 ദിവസം വ്രതമായിരുന്നു. ഈ അമ്പലം ക്ഷേത്ര പരിസരം വിട്ട് പോകാണ്ട് അമ്പലത്തിലെ നെയ്റ്റിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു. 41 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണിപ്പോൾ കലശം ചൊരിയലുണ്ടായത്. തരണനെല്ലൂർ തന്ത്രിയായിരുന്നു ഈ കലശം ചൊരിയാൻ ഉണ്ടായത്. ഇന്നാണിപ്പോൾ കലശം ചൊരിയൽ കഴിഞ്ഞിട്ട് ഇന്നാണിപ്പോൾ വെളിച്ചപ്പാടായിട്ടുള്ള ഒരു സ്ഥാനമായിട്ട് ഇപ്പോൾ ഒന്നാണ്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ലോക മണ്ണ് ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ക്വിസ് മത്സരം, കാർഷിക സെമിനാർ, കാർഷിക പ്രദർശനം എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി ഉണ്ടായി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളോടെ ലോക മണ്ണ് ദിനാചരണം നടത്തിയത്. കാർഷിക സെമിനാർ, വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, കാർഷിക പ്രദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ പി രാജി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ പി മൂസ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ബി ഷൺമുഖസുന്ദരം, അസിസ്റ്റന്റ് പ്രൊഫസർ കെ വി ഫസീലത്ത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണമാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ പി രാജി പറഞ്ഞു. ഈ വർഷത്തെ ലോക മണ്ണ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നുള്ളതാണ്. നമ്മൾ അർബണൈസേഷന്റെ ഭാഗമായിട്ട്, നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ണ് സംരക്ഷണം എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, ഈ മണ്ണിനെ പ്രകൃതിയോട് എങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ണ് അതിനെ തീരെ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു വലിയൊരു വിപത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ബിൽഡിങ്ങുകൾക്ക് ഒക്കെ അടിയിലുമുള്ള മണ്ണ് അതിനെ എങ്ങനെ നമ്മൾക്ക് സംരക്ഷിക്കാം, അതുപോലെ തന്നെ ആഗോള താപനം ഒക്കെ പല വിപത്തുകൾ, ഫ്ലഡ്, ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പൊ അതിനെയെല്ലാം അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു സന്ദേശത്തിനെ ആസ്പദമാക്കി ഇവിടെയും നമ്മൾ ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിരുന്നു. ഇതെന്ന് വെച്ചാൽ ഹൈഡ്രോപോണിക്സ് ആണ്. അതായത് നമ്മൾ സോയിൽ ഇല്ലാണ്ട് എങ്ങനെ കൃഷി ചെയ്യാം, പുതിയ ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്തൊക്കെയാണ് ഹൈഡ്രോപോണിക്സ്. ഇതിലിപ്പോ നമ്മൾ 30 പ്ലാന്റ്സ് ഉണ്ട്. കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ്. അല്ലാതെ നോർമൽ വെജിറ്റബിൾസ് നമുക്ക് ചെയ്യാം. ഇപ്പൊ കുറച്ച് സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് ടെറസിലൊക്കെ നമുക്ക് ഹൈഡ്രോപോണിക്സ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇതിലിപ്പോ ചെയ്തൊക്കെ മിന്റ് ചെയ്തിട്ടുണ്ട്, ചില്ലി, പിന്നെ ഇപ്പൊ ക്യാബേജ്, കോളിഫ്ലവർ, അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മള് 2 ബാരിയേഴ്സ് ഉണ്ട്, ഇതേപോലത്തെ 2 ബാരിയേഴ്സ് ഉണ്ട്. അതില് മോട്ടർ ഉപയോഗിച്ചിട്ട് നമ്മ വെള്ളം പമ്പ് ചെയ്യും. PVC പൈപ്പിക്ക് പമ്പ് ചെയ്ത് വിടും. വാട്ടർ ഒരിക്കലും നമ്മൾ കെട്ടി നിർത്തണില്ല. ഇതിന് ഫ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. വാട്ടറിൽ കൂടെ തന്നെയായിരിക്കും നമ്മ ന്യൂട്രിയൻസ് കൊടുക്കുക. അതിൽ കൂടെ തന്നെ ഓക്സിജനും പോവും. മണ്ണിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കാർഷിക പ്രദർശനവും ശ്രദ്ധേയമായി.
മണ്ണാണ് നമുക്ക് എല്ലാ അഗ്രികൾച്ചറിനും വേണ്ടത്. ഇപ്പൊ സിറ്റീസിലാവുമ്പോൾ മണ്ണിന്റെ ആരോഗ്യം എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മണ്ണ് റീയൂസ് ചെയ്യുന്ന ഒരു ഏരിയാസ് ആണ് സിറ്റീസ് ഏരിയാസ്. അപ്പൊ എങ്ങനെ മണ്ണിന്റെ ഹെൽത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ വർഷത്തെ സോയിൽ ഡേക്ക് ഉള്ള തീം എന്ന് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ഹെൽത്തി സോയിൽസ് എങ്ങനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ന്യൂട്രിയൻസ് ഒക്കെ എങ്ങനെ സോയിലിലേക്ക് പിന്നെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള എക്സിബിറ്റ്സ് ആണ് ഇവിടെ എക്സിബിഷനിൽ വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ടും ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അത് ബയോളജിക്കലി ഏജൻസി യൂസ് ചെയ്തിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ്, റൈസോബിയം, അതുപോലെ അസോള, അതുപോലെ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, ഇങ്ങനത്തെ ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ വെള്ളം കുറവുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങൾക്ക് നമുക്ക് ഓരോ പ്ലാന്റിനും വേണ്ട വെള്ളം മാത്രം ആ പ്ലാന്റ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത്. പട്ടാമ്പിയിൽ പ്രധാന അധ്യാപകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്രൈമറി ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപകർക്കായാണ് ശില്പശാല ഒരുക്കിയത്. പട്ടാമ്പി BRC പരിധിയിലെ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപകർക്കായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. 2026-27 അക്കാദമിക് വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ശില്പശാല. ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ M ഷഹീദ് അലി സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. BPC VP മനോജ്, HM ഫോറം കൺവീനർ PM പ്രദീപ്, ശ്രുതി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ക്ലസ്റ്റർ പരിശീലനം ഓൺലൈനായിട്ടും ഒരെണ്ണം ഓഫ്ലൈനായിട്ടും മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ പരിശീലനങ്ങളുടെ ഒരു അപര്യാപ്തത അവിടെ ഉണ്ട്. അതൊക്കെ ഒരു കുറവായിട്ട് പറയല്ല. പക്ഷെ നമുക്ക് സ്കൂൾ തലത്തിൽ ചെയ്യേണ്ട SRG ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. ഇപ്പോൾ ക്വാർട്ടർലി പരീക്ഷയുമായി ബന്ധപ്പെട്ടിലേക്ക് വരാം. ക്വാർട്ടർലി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമുക്കൊരു സർവേ നടത്തുകയുണ്ടായി. PRC തലത്തിൽ പല വിഷയങ്ങൾ വെച്ച് സർവേ നടത്തുകയുണ്ടായി. അതിൻ്റെ പഠന ഫലങ്ങൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നതിന് പ്രസക്തിയില്ല, കാരണം ഹാഫ് ഇയർലി പരീക്ഷ വരാൻ പോവാം. പക്ഷെ ചില കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് UP ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, അതുപോലെ LP ക്ലാസ്സിലെ EVS പോലുള്ള മാത്തമാറ്റിക്സ് പോലുള്ള വിഷയങ്ങളിൽ കുട്ടികൾക്ക് വളരെ എബോവ് ആവറേജ് ആയിട്ടുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ കുട്ടികൾക്ക് സമയം ലഭിച്ചില്ല എന്നുള്ളതും പരിചയപ്പെടുത്താൻ ക്ലാസ് റൂമിൽ നമുക്ക് അധ്യാപകർക്ക് സാധിച്ചില്ല എന്നുള്ളതും ഒരു പരിമിതിയായിട്ട് കണ്ടുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഹാഫ് ഇയർലി പരീക്ഷ ആ ഫീഡ്ബാക്ക് അനുസരിച്ച് 30% എൻട്രി ലെവൽ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ പാറ്റേണിന് യാതൊരു ചേഞ്ചും കഴിഞ്ഞ ക്വാർട്ടർലി പരീക്ഷയിൽ നടത്തിയിട്ടുള്ള പരീക്ഷാ പേപ്പറിലെ പാറ്റേണിന് യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല എന്നാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.